ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ ഈവനിങ് സ്നാക്ക് ആയിട്ടുള്ള മസാല ബോണ്ടയുടെ റെസിപ്പിയാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 മീഡിയം സൈസ് പൊട്ടറ്റോ കട്ട് ചെയ്തിട്ട് പ്രഷർ കുക്കറിൽ കുറച്ച് ഉപ്പും വെള്ളവും ചേർത്തിട്ടൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി അതൊരു ഫോർക്ക് ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഒരുപാട് ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതിയാകും. ഇപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാനൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മസാലയൊന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിൽ 3 ടേബിൾ സ്പൂൺ ഓയിൽ ചൂടാക്കാനായിട്ട് വച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ അതിലേക്കൊരു 1/2 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. ഇനി ആ കടുക് ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പോൾ അതിലേക്കൊരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്കൊരു 5 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്കൊരു 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ചിട്ട് മുളക് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സവാളയൊക്കൊന്ന് സോഫ്റ്റായി വന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയൊക്കൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോളം വലിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ കായം പൊടിച്ചതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പൊട്ടറ്റോ ഒഴിച്ചപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചക്കുത്ത് മാറുന്നതിന് വേണ്ടിയിട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ പൊട്ടറ്റോയും മസാലയും കൂടി നല്ലപോലെ മിക്സായി വരണം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തുകൂടി ചേർത്ത് കൊടുത്തിട്ട് അതുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫാക്കിയിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ മസാലയ്ക്കൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ബോളുകളാക്കി ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. എത്ര വലിപ്പം വേണോ അതിനനുസരിച്ചിട്ട് ഷേപ്പ് ചെയ്തെടുക്കുക. ഇപ്പം മസാല മൊത്തം ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്കുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണോളം കായം പൊടിച്ചത്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് അത് നല്ലപോലെ ഒന്ന് കലക്കിയെടുക്കാം. പഴംപൊരിക്കൊക്കെ റെഡിയാക്കുന്ന ബാറ്ററിൻ്റെ പാകത്തിനാണ് റെഡിയാക്കി എടുക്കേണ്ടത്. വെള്ളം കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് കലക്കിയെടുക്കുക. ഇപ്പോൾ ഇതാ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് ഇത് റെഡിയാക്കി എടുക്കേണ്ടത്. ഒരുപാട് ലൂസാവുകയും ചെയ്യരുത്, എന്നാൽ ഒരുപാട് കട്ടിയാവുകയും ചെയ്യരുത്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ഓയിൽ ഒരു പാനിൽ ചൂടാക്കാനായിട്ട് വച്ചിട്ടുണ്ട്. ഇനി ആ ഓയിലൊന്ന് ചൂടായി വന്ന് കഴിയുമ്പോൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പൊട്ടറ്റോ ബോൾസ് ഈ ബാറ്ററിൽ മുക്കിയെടുക്കാം. ഇനി ഇത് ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഓരോ ബോൾസും മാവിൽ മുക്കിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് ഉടഞ്ഞു പോകാത്ത രീതിയിൽ വേണം ബാറ്ററിൽ മുക്കിയെടുക്കാനായിട്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. ഇപ്പം ഇതിൻ്റെ ഒരു വശം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മറ്റേ ഭാഗം കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പം ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മസാല ബോണ്ട റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കെച്ചപ്പിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചട്നിയുടെ കൂടെ കഴിക്കാം. അതല്ലെങ്കിൽ വെറുതെയും കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.